പ്രൈസ് ലോർഡ്. ക്രിസ്തുയേശുവിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. 1-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൻ്റെ 3-ാം ഭാഗമാണ് ഇപ്പോൾ നാം ചിന്തിക്കാൻ പോകുന്നത്. ഇയ്യോബിൻ്റെ പുസ്തകം 36-ാം അധ്യായം 7-ാം വാക്യം. അവൻ നീതിമാന്മാരിൽ നിന്നും തൻ്റെ കടാക്ഷം മാറ്റുന്നില്ല, രാജാക്കന്മാരോട് കൂടെ അവരെ സിംഹാസനത്തിൽ ഇരുത്തുന്നു, അവർ എന്നേക്കും ഉയർന്നിരിക്കുന്നു എന്ന് തിരുവെഴുത്ത് പറയും. നീതിമാന്മാരെ ദൈവം അനുഗ്രഹിക്കുന്നു, ദൈവം അവരെ ആദരിക്കുന്നു. അവിടെ കടാക്ഷം നീതിമാന്മാരിൽ നിന്നും ദൈവം മാറ്റുന്നില്ല. അവർ രാജാക്കന്മാരോട് കൂടെ അവരെ സിംഹാസനത്തിൽ ഇരുത്തുന്നു. രാജാക്കന്മാരുടെ തുല്യമായി ഇരുത്തുന്ന ഒരു ദൈവം. അവർ എന്നേക്കും ഉയർന്നിരിക്കുന്നു. യഹോവ നീതിമാനെ ശോധന ചെയ്യുന്നു, ദുഷ്ടനെയും സാഹസപ്രിയനെയും അവൻ്റെ ഉള്ളം വെറുക്കുന്നു. യഹോവ നീതിമാനെ ശോധന ചെയ്യുന്നു, ദുഷ്ടനെയും സാഹസപ്രിയനെയും അവൻ്റെ ഉള്ളം വെറുക്കുന്നു. നീതിമാനെ ദൈവം ശോധന ചെയ്തുകൊണ്ടിരിക്കുന്നു. ദുഷ്ടനെയും സാഹസപ്രിയനെയും അവൻ്റെ ഉള്ളം വെറുക്കുന്നു. ദൈവം ദുഷ്ടനെ വെറുക്കുന്നു. അവൻ്റെ സ്വഭാവത്തെ, അവൻ്റെ പ്രവൃത്തിയെയും അവൻ്റെ ജീവിതത്തെയും ദൈവം വെറുക്കുന്നുവെന്ന് തിരുവെഴുത്ത് പറയുന്നു. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ദൈവം നീതിമാന്മാരുടെ നിലവിളിക്കും പ്രാർത്ഥനയ്ക്കും അപേക്ഷയ്ക്കും യഹോവയുടെ കണ്ണ്, യഹോവയുടെ ചെവി നീതിമാന്മാരിലേക്ക് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ദുഷ്ടന് വളരെ വേദനകളുണ്ട്. യഹോവയിൽ ആശ്രയിക്കുന്നവനെയോ ദയ ചുറ്റിക്കൊള്ളും. ആ വാക്യങ്ങൾ എവിടെയാണെന്ന് നിങ്ങൾ തന്നെ വായിച്ച് നോക്കണം. ബൈബിളിൽ ഉള്ള വാക്യങ്ങളാണ് ഞാൻ ഈ വായിക്കുന്നത്. അത് ബൈബിളിലുള്ള വാക്യങ്ങളാണ്. അപ്പം നിങ്ങളും ബൈബിൾ വായിക്കുക, പഠിക്കുക. ദുഷ്ടന് വളരെ വേദനകളുണ്ട്, യഹോവയിൽ ആശ്രയിക്കുന്നവനെയോ ദയ ചുറ്റിക്കൊള്ളും. ദുഷ്ടന്മാരുടെ ഭുജങ്ങൾ ഒടിഞ്ഞുപോകും, എന്നാൽ നീതിമാന്മാരെ യഹോവ താങ്ങും. ദുഷ്ടന്മാരുടെ ഭുജങ്ങൾ ഒടിഞ്ഞുപോകും. നീതിമാനു വേണ്ടി തന്ത്രങ്ങൾ മെനയുമ്പോൾ, ദുഷ്ടത മെനയുമ്പോൾ ദൈവം ആ ഭുജങ്ങളെ ഒടിച്ചു കളയും. ദൈവത്തിലെ നിനക്ക് വേണ്ടി ശത്രു ദുഷ്ടൻ എഴുന്നേറ്റ് നിന്നെ തകർക്കുവാൻ വരുമ്പോൾ അവൻ്റെ ആയുധങ്ങളെയും അവൻ ഉണ്ടാക്കുന്ന പുതിയ ആയുധങ്ങളെയും അവൻ്റെ ഭുജങ്ങളെ ഓടിച്ചു കളയുന്ന ദൈവം. നീതിമാനെ ദൈവം താങ്ങും, എന്നും താങ്ങുന്ന ഒരു ദൈവം, നല്ല ദൈവം. ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായിത്തീർന്നു, നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. ദാവീദിൻ്റെ യൗവനപ്രായം മുതൽ വാർദ്ധക്യം വരെ വന്നപ്പോൾ പല കാര്യങ്ങളും താൻ കണ്ടു. ദൈവം നടത്തിയ വിധങ്ങൾ, ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ, ദൈവം തന്നിൽ കൂടെ ചെയ്ത പ്രവൃത്തികളെല്ലാം കണ്ടു. എന്നാൽ ഒരു കാര്യം വ്യക്തമായി എഴുതിയിരിക്കുകയാണ്, നീതിമാൻ തുണയില്ലാതിരിക്കുന്നത്, അവൻ്റെ മക്കൾ, അവൻ്റെ സന്തതി ആഹാരം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. പ്രിയരേ, നീ നീതിയോടെ നിന്ന് നീ പട്ടിണി കിടത്തുവാൻ ദൈവം നിന്നെ സമ്മതിക്കത്തില്ല. നിൻ്റെ ശേഷം നിൻ്റെ തലമുറകളും പട്ടിണി കിടക്കുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ഈ വചനമെടുത്തവർ ദൈവസന്നിധി നീതിയോടെ വിശ്വസ്തയോടെ നിന്നവരെ ഒരു കാലത്തും ദൈവം പട്ടിണി കിടത്തത്തില്ല. നമ്മൾ ആഹാരം കഴിക്കാതിരുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. ദൈവം ഒരു കാലത്തും നമ്മെ പട്ടിണി കിടത്തുകയില്ല. ലോകമുള്ള കാലത്തോളം നിനക്കും നിൻ്റെ സന്തതിയും ഒരു കാലത്തും പട്ടിണി കിടത്തുകയില്ല. പട്ടിണി കടക്കുകയില്ല. ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്.
ദാവീദ് കണ്ട ഒരു കാഴ്ച. ദുഷ്ടന്മാരുടെ കൊമ്പുകളെ ഒക്കെയും ഞാൻ മുറിച്ചു കളയും, നീതിമാന്മാരുടെ കൊമ്പുകളോ ഉയർന്നിരിക്കും. നിന്റെ കൊമ്പ് കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർന്നിരിക്കും. കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ നിനക്ക് ഉത്തരമരുളും, ശത്രുക്കളുടെ നടുവിൽ നിനക്ക് മേശ ഒരുക്കും. ദുഷ്ടന്മാരുടെ കൊമ്പുകളെയൊക്കെയും കർത്താവ് മുറിച്ച് കളയും, ഓടിച്ചു കളയും, തകർത്ത് കളയും. നിനക്കെതിരെ ഉയർന്നു വരുന്ന സകല കൊമ്പുകളെയും ദൈവം ഉടച്ചു കളയും, മുറിച്ച് കളയും. വിശ്വസിക്കുക, നീ നീതിയോടെ നിൽക്കുക, നിൻ്റെ കൊമ്പുകളെ ദൈവം ഉയർത്തും. ഹന്നാ പ്രവാചകി പറഞ്ഞില്ല, എൻ്റെ കൊമ്പുകളെ ഉയർത്തുന്നൊരു ദൈവം, എൻ്റെ തലയെ ഉയർത്തുന്നൊരു ദൈവം. എനിക്ക് ചുറ്റും വൈരികൾ എഴുന്നേറ്റപ്പോൾ, യഹോവേ നീ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ തല ഉയർത്തുന്നവനുമാകും. ദൈവത്തിന് മഹത്വം. നീതിമാൻ പന പോലെ തഴയ്ക്കും, പന പോലെ തഴയ്ക്കും. പന നമ്മൾ കണ്ടിട്ടുള്ള വൃക്ഷമല്ലേ, അത് ലെബാനോനിലെ ദേവദാരു പോലെ വളരും. നീതിമാൻ പന പോലെ തഴയ്ക്കും, ലെബാനോനിലെ ദേവദാരു പോലെ വളരും. ദുഷ്ടനെ ദൈവം വളർത്തത്തില്ല, അവൻ്റെ വളർച്ച മുരടിച്ചു പോകും. അവൻ്റെ വളർച്ച പകുതി കൊണ്ട് തീരും, അവൻ്റെ ആയുസ്സിൽ പകുതി കൊണ്ട് അവൻ്റെ ജീവിതം. ദുഷ്ടനൊക്കെ ആയുസ് ദൈവം എഴുതി വെച്ചിരിക്കുക. ദുഷ്ടൻ്റെയൊക്കെ ജീവിതം വലിയ നാശത്തിലേക്കാണെന്ന് സങ്കീർത്തനം 1-ാം സങ്കീർത്തനം 6-ാം വാക്യം നമ്മെ പഠിപ്പിക്കും. 1-ാം സങ്കീർത്തനം 6-ാം വാക്യമാണ്. നീതിമാന്മാരുടെ വഴി യഹോവയെ അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു. ദുഷ്ടന്മാരുടെ വഴിയോ നാശകരം, നാശത്തിലേക്കാണ് നീ പോകുന്നത്. ആരും ഓടിക്കാതെ തന്നെ ദുഷ്ടന്മാർ ഓടിപ്പോകും. ഇതെല്ലാം ബൈബിളിലുള്ള വാക്യങ്ങളാണ്. സ്തോത്രം. ഇത് താരതമ്യ പഠനമാണ്. ഈ വാക്യങ്ങൾ മാത്രമേ ഉള്ളൂ. ദൂതുകൾ ഇതിൻ്റെ ഇടയ്ക്ക് വരുമ്പോൾ ദൂതുകൾ പറഞ്ഞു പോകും. സ്തോത്രം. ആരും ഓടിക്കാതെ ദുഷ്ടൻ ഓടിപ്പോകും. നീ ഓടിക്കണ്ട ദുഷ്ടനെ. നീ പ്രാർത്ഥിച്ചാൽ മതി, നീ ഉപവസിച്ചാൽ മതി, വിശ്വസ്തയോടെ നിന്നാൽ മതി, നേരോടെ നിന്നാൽ മതി, സ്തോത്രം ചെയ്താൽ മതി, നീ ആരാധിച്ചാൽ മതി. മുട്ടുമടക്കി ആത്മാവിലൊന്ന് ആരാധിക്കുക, അന്യഭാഷയോടൊന്ന് ആരാധിക്കുക, ദൈവകൃപയോടൊന്ന് ആരാധിക്കുക. സ്തോത്രം. കണ്ണുനീരോടൊന്ന് പ്രാർത്ഥിക്കുക. ദുഷ്ടൻ നിന്നെ വിട്ട് ഓടിപ്പോകും. നീതിമാന്മാരോ ബാലസിംഹം പോലെ നിർഭയമായിരിക്കും. നീതിമാന്മാരെന്ത് ചെയ്യും? ബാലസിംഹം പോലെ നിർഭയമായി, ഭയമില്ലാതെ ഇരിക്കും. കാട്ടിൽ ചെന്ന സിംഹത്തിന് പേടിയുണ്ടോ? സിംഹത്തിന് എന്തിനാ പേടി? സുഖമായിട്ട് കിടന്നിറങ്ങും. സിംഹ കാട്ടിലെ രാജാവാണ്. മറ്റുള്ള മൃഗങ്ങളെല്ലാം പാതി കണ്ണ് തുറന്നാണ് ഉറങ്ങുന്നത്. കാരണം എപ്പോൾ വേണമെങ്കിലും ശത്രു വന്ന് ആക്രമിച്ച് തകർത്തു പോകാം. അതുകൊണ്ട് സിംഹത്തിന് അങ്ങനെയൊന്നുമില്ല, സുഖമായിട്ട് കിടന്നുറങ്ങും, നിർഭയമായി ഉറങ്ങും. നീതിമാൻ നിർഭയവാസമുണ്ടാകും. നീതിമാൻ നിർഭയത്തോടെ വസിക്കും. ബാലസിംഹം പോലെ നിന്നെ വിശ്രമിപ്പിക്കുന്ന ഈ ദുഷ്ടലോകത്ത്, ഈ ചതിയുള്ള വഞ്ചനയുള്ള ഈ ലോകത്ത് ദുഷ്ടന്മാരുടെ കയ്യിലകപ്പെടാതെ വണ്ണം, ദുഷ്ടൻ്റെ തന്ത്രത്തിലകപ്പെടാതെ വണ്ണം ദൈവവൈതലേ ദൈവം നിന്നെ സൂക്ഷിക്കുന്ന ദൈവമാണ്. നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിൻ്റെ വെളിച്ചം പോലെ, അത് നട്ടുച്ച നേരം അധികമായി ശോഭിച്ചു വരും. നീതിമാനോ കഷ്ടത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകും. നീതിമാൻ കഷ്ടത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നു എന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. നീതിമാൻ സന്തോഷിക്കും, നിങ്ങളോ ലജ്ജിക്കും എന്ന യെശയ്യാ പ്രവാചകൻ പുസ്തകം 65-14 വാക്യം വായിക്കുന്നു. പരമാർത്ഥതയിൽ നടക്കുന്നവൻ നീതിമാൻ, അവൻ്റെ ശേഷം അവൻ്റെ മക്കളും ഭാഗ്യവാന്മാർ. പരമാർത്ഥതയിൽ നടക്കുന്നവൻ നീതിമാൻ, അവൻ്റെ ശേഷം അവൻ്റെ മക്കളും ഭാഗ്യവാന്മാർ. ചൂള പോലെ കത്തുന്നൊരു ദിവസം വരും, അന്ന് വേരും കൊമ്പും ശേഷിക്കാതെ സകലതും താളടിയാവും. സകല ദുഷ്ടന്മാരും താളടിയാവും, നശിച്ചു പോകുമെന്ന് മലാക്കി പ്രവാചകൻ 4-ാം വാക്യത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തി. നീതിമാനെ കുറിച്ച് അവന് നന്മ വരുമെന്ന് പറവീൻ. തങ്ങളുടെ പ്രവൃത്തികളുടെ ഫലം അവർ അനുഭവിക്കും. നീതിയോടെ ജീവിച്ചു, ഭക്തിയോടെ ജീവിച്ചു, വിശ്വസ്തയോടെ ജീവിച്ചു, കർത്താവിൻ്റെ വേല ചെയ്തവർക്ക് പ്രതിഫലമുണ്ട്. അത് നീ പറയണം. യഹോവ നിനക്ക് നന്മ തരും, യഹോവ നിനക്ക് പ്രതിഫലം തരും. നീ ലജ്ജിച്ചു പോകത്തില്ല, നീ തളർന്നു പോകത്തില്ല.
നിന്റെ തലമുറയെ ദൈവം അനുഗ്രഹിക്കും. ദൈവം നിന്നെ അനുഗ്രഹിക്കും. നീ ദൈവത്തിൻ്റെ ദാസനാണ്, ദൈവത്തിൻ്റെ നീതിമാനാണ്, ദൈവത്തിൻ്റെ പ്രഭുവാണ്, ദൈവത്തിൻ്റെ മകനാണ്, മകളാണ്. ദൈവം നിന്നെ അനുഗ്രഹിക്കും. ദുഷ്ടന് അയ്യോ കഷ്ടം, അവന് ദോഷം വരുമെന്ന് പറയണം. അതുകൊണ്ടാണ് ഈ വാക്യത്തിൻ്റെ ഒരു വാക്യമാണ് എന്നെ ചിന്തിപ്പിച്ചത്. ദുഷ്ടനോട് അയ്യോ കഷ്ടം, അവന് ദോഷം വരുമെന്ന് പറയണം. നീതിമാന് നന്മയുണ്ടാകുമെന്ന് പറയണം. ദുഷ്ടന് ദോഷം വരുമെന്ന് നീ പ്രവചിക്കണം, പറഞ്ഞുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഇടകലർന്ന്, എല്ലാവരും വെള്ളത്തിൽ ഉപ്പ് കലരുന്നത് പോലെ എല്ലാവരും കലർന്നങ്ങ് പോവുകയല്ല, ഇണയില്ല പിണ കൂടിക്കൊണ്ട് പോവുകയല്ല. കൂടാതെ വേർപാട് പാലിച്ച് തനിച്ചു പാർക്കുന്നൊരു ജനമായി വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുവാൻ, വേർപാടിന് വേണ്ടി നിൽക്കുവാൻ, വിശ്വസ്തയോടെ നിൽക്കുവാൻ. പ്രിയരെ, ദൈവം നീതിമാനെ, ദൈവത്തിന് പ്രതിഫലം ഉണ്ട് എന്ന് ദൈവം പറയുക. ദൈവത്തിന് വേണ്ടി നമുക്ക് നിൽക്കാം, നീതിയോടെ നിൽക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.